വേറെ പെണ്ണ് കാണുന്നില്ല. കല്യാണാലോചനയ്ക്കാണ് വന്നത്. എടി അവൻ എന്താ ഒരു കുറവ്? അഴകില്ലേ, ആരോഗ്യമില്ലേ, 2 ഏക്കർ നിലം, 1 തെങ്ങും പുരയിടം, നല്ല വില നടത്തുന്ന ഒരു പപ്ര കച്ചവടം, ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ? അപ്പൊ പശുവും തൊഴുത്തുവോ? ആ അത് വേറെ. എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. 1 2 അല്ല, 26ാമത്തെ ആലോചനയായത്. ഇത് നിനക്ക് വേണ്ടാന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല. എന്റെ ലക്ഷ്മി കുട്ടി, നീ കിടന്ന് തിളയ്ക്കാതെ. 8ഉം പൊട്ടും തിരിയാത്ത കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത്. എന്റെ മോളോട് ഞാൻ പറയാം. അച്ഛന്റെ മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ? നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ? ആരെ പോലെ ആയാലും എനിക്ക് വേണ്ട. എന്റെ മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്കിളയതില്ലേ 3-4 കൊച്ചുങ്ങള്? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുന്നാരം പറഞ്ഞിട്ട് അവള് തലയെ കയറുന്നത്. വല്ലവനുമായിട്ട് പ്രേമവും കുന്തോണ്ടെങ്കിൽ മനസ്സിലാക്കാം. വരുന്ന ഒരുത്തനെ അവൾക്ക് പിടിക്കൂല. എടി സത്യം പറ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താ? കല്യാണത്തക്കം പട്ടണത്തിൽ നിന്ന് വരണം. ചേച്ചി പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം, ഇംഗ്ലീഷ് പറയണം, പരിഷ്കാരം വേണം, സിഗരറ്റ് വലിക്കണം, പട്ടണത്തിൽ പോണം, ഇംഗ്ലീഷ് പഠിക്കണം, നിന്റെ അമ്മയുടെ തല വേണം. ഇതിന്റെ ഇടയ്ക്ക് ആ പീക്രാന്തി ഉണ്ടല്ലോ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്? ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ ആണേ. ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12. അന്ന് എന്റെ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവൻ കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന്. 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്തെ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി, നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം, നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാടാ രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരി തന്നെ. പക്ഷെ രാധയെ കെട്ടിയാൽ ആ സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിരിയരുത്. ഓരോ കല്യാണക്കാര് വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തല എങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെ എന്നല്ല, അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും, പട്ടണത്തിൽ നിന്ന്. എന്താണാവോ പട്ടണത്തിൽ? പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന. വയറ് ഉറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്കും ഉണ്ടാവും. എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. ഓ, നല്ല മസില. അളിയ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല. എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിപ്പോയി അല്ലേ അളിയ? അളിയൻ ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും. എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങളെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അല്ലേ അളിയ? അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണ് അളിയ. നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താ അളിയ ഇങ്ങനെ? ചില തെണ്ടി പിള്ളേരെ പോലെ. ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ? അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? ASP അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോ എടി, ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ. അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തൊരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. ഇതിപ്പോ അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ, ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ.
അവിടെ IASകാർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ? നീ ബ്രേക്ക്ഫാസ്റ്റ് എടു. അയ്യോ. ആ. അമ്മ പേടിച്ചു പോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ? ഏ? നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ? മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രമേ എടുക്കൂ. കൂടെ കയറിയങ്ങ് പോ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കറിയോ? വേശ്യെന്നാ. മാഡം 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 അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, അല്ല, സ്വന്തം ഭാര്യയെ പോലെയാണ്, പെങ്ങളെ പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബളും കൂടെ കൂട്ടിമുട്ടിയതാ. ഓ, ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചു. സെക്യൂരിറ്റി, തൂക്കിയെടുത്ത് പുറത്താക്കണോ ഇതിനെ? ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലിൽ മുറ്റത്ത് കാലി കുത്തിപ്പോരുത്. ഞാൻ ഈ കാല് Stupid. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ടൈ കർത്താവേ, ശോശാമേ, ശോശാമേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊണ്ടുപോടി. ശോശാമേ, ശോശാമോ, ഇവള് എവിടെ പോയി കിടക്കുക? ശോശാമോ, കറിയാച്ചാ എന്ത് തോന്നിയാസായി കാണിക്കുന്നേ? തോന്നിയാസം എന്നോടല്ലയോ കാണിച്ചേ? എന്റെ ഫൈനാൻസ് കമ്പനിക്ക് തിരിച്ചടക്കേണ്ട കേട് ഒരു ദിവസം വൈകിയാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും, പിന്നെയും വൈകിയാൽ അകത്ത് കയറി ഇരിക്കും, പിന്നെ കിടക്കമുറി കയറി കിടക്കും. അടുക്കളയിൽ കയറിയ പിന്നെ കറിയാച്ചൻ ഇറങ്ങുന്ന പ്രശ്നമില്ല. എന്താ കറിയാച്ച ഇങ്ങനെ? ഈ മാസം ദുബായിൽ നിന്ന് ഉണ്ണിയുടെ കാശ് എത്തിയിട്ടില്ല, അതുകൊണ്ടാ. നിങ്ങളുടെ മുടന്ത ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ശോശാമോ. എന്റെ അമ്മയുടെ പേര് ശോശമെന്നല്ല. അതെനിക്കറിയാമേ. ശോശാമെന്ന് എന്റെ പെണ്ണുമുള്ളയുടെ പേരില്ലയോ? ഈ തിണ്ണയിലിരുന്ന് ആ പേര് വിളിച്ച് ശീലിച്ചില്ലേ കുഴപ്പമാ. നാളെ ഇവിടെ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ വരുമ്പോ ഞാൻ ഭാരതി എന്ന് വിളിച്ചാൽ അവൾക്ക് ഡൗട്ട് ആവും, ഞാൻ ഔട്ടാവും. ആ, അപ്പഴേ എന്ത് തീരുമാനിച്ചു? ഞാൻ ഇവിടെ കിടന്ന് വരേക്കണോ അതോ പോണോ? ഉണ്ണിയേട്ടന്റെ പൈസ വരുമ്പോ അവിടെ കൊണ്ടുവന്ന് തരും. അനുമ ഇവിടെ വേഷം കെട്ടിയാലുണ്ടല്ലോ മോളെ. അയ്യടാ, എന്റെ കാശ് എണ്ണി മേടിച്ചേച്ച് 5 നേരം മൂക്കുമുട്ട മടപടാ വെട്ടി മിണിങ്ങി ദേഹം ഒന്ന് മിനിങ്ങിയപ്പോ കണ്ടില്ലേ പെണ്ണിന്റെ നാക്ക്? എല്ലാത്തിനും അഴി എണ്ണിക്കാൻ നിന്റെ ഈ തള്ള എഴുതി തന്ന എല്ലാ പേപ്പറുകളും എന്റെ ഉണ്ട് കേട്ടോ. അപ്പോഴേ സ്ത്രീകളോട് അല്പം മാനും മര്യാദയായിട്ട് സംസാരിച്ചൂടെ? എന്നതാ അയാൾ എണ്ണ തേച്ച് ഗുസ്തിക്ക് വരുവാന്നോ? പുതിയ താമസക്കാരാ. വാടകക്കാരോ? എന്നോട് ചോദിക്കാതെ തന്നോട് ആരാ അവിടെ താമസിക്കാൻ പറഞ്ഞേ? ഇത് എന്റെ പേര് കിടക്കുന്ന വീടും വാസ്തുവാ. ഇവരെ എന്റെ ഔദാര്യത്തിലാ താമസിക്കുന്നേ. 2 ദിവസം കൂടി സമരം കേട്ടല്ലോ. ഇപ്പൊ ഞാൻ പോവാ. ഈ സ്റ്റാൻഡേർഡിന് എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഇനി വരുമ്പോ ഞാൻ തറയായിരിക്കും. ഇതിനേക്കാളും വലിയതറിയോ? ആ, തത്തറ. പെണ്ണിന്റെ ഒരു നെകളിപ്പേ. നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ, വരുന്നുണ്ട് ദുഷ്ടഗുണം. ഇതല്ല, വില്ലേജ് ഓഫീസറ എന്നെ കാണാൻ വന്നതാ. ആഹാ, എവിടെയാ നാട്? എറണാകുളം. എറണാകുളത്ത് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. ഏയ്, അങ്ങനല്ല. ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടി ആരെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് ചുവരൊക്കെ വെള്ളയടിച്ച് 4 ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ? സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ആ, ഒരുവിധം. വസണി, സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിനാ? ഈ ജനലിനരിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി അതിൽ കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട്. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ്, അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം. അയ്യോട് വേണ്ട മാവ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമല്ല, പക്ഷേ അയ്യോ, അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. 2 നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേ. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അത് സാർ ഇടുന്നെങ്കിലും. അല്ല, പശുവും പാല് മതി. കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്.
അപ്പോ ആ കാര്യം രാരിച്ചെന്നാർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. മാറിയില്ല. അമ്മായി, ഈ അമ്മാവൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രിയും ദേ ഇത്രച്ചും ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ കാര്യമല്ല ചോദിച്ചത്, അമ്മാവന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാല് കൊടുത്തയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാല് കൊടുത്തയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി. പിണ്ണാക്ക് മേടിക്കാനുള്ള കാശ് എന്റെ കിട്ടുമല്ലോ. ദൈവമേ. ഏ? അല്ല, വല്ലവരുടെ വീട്ടിലും പാല് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട. അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരുടെ കൂടെ തയ്ച്ചാൽ മതി. ശരി. അതുമല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ, എന്നാലും രാവിലെ അങ്ങോട്ട് അയക്കരുത്. ഇല്ല. വാസുനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല. ഇന്നലെ ഇവിടെ വരാൻ പറ്റില്ല. സാരമില്ല. രാധേ, എന്തിനാ? ഞാൻ നിനക്ക് അലുവ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? വാ. ആരും കാണണ്ട. വാസനേട്ടാ, നാളെയും കൊണ്ടുവരുവോ? തലവേദന എങ്ങനെയുണ്ട്? രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് പണ്ട്. ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്നു കാണുമെന്ന്. എന്ത് കണ്ടപ്പം? കുളി. എങ്ങനെ? ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? എന്നിട്ട് ചോറ് വിളമ്പിട്ടാ? വേണേ വിളമ്പി തിന്നോ, എന്നിട്ട് ആ പാത്രവും കഴുകി വെച്ചേരെ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തോണ്ട്, അതും കൂടെ കഴുകി വെച്ചേരെ. മഴ സാറെ പോത്തി. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴിക്കണം. ആര് പറഞ്ഞു? ആരാ സാറിനെ കഴുകാൻ പറഞ്ഞു? പാത്രം. അയ്യോ, ഞാനങ്ങനെ പറയോ സാർ? അയ്യോ, കൊച്ചമ്മ ഇരിക്കണം. സാർ, ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ? സാർ പണം ചോദിച്ചു തിന്നണം സാർ. അയ്യോ സാർ, ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ, എന്നെ പറഞ്ഞു വിടരുത് സാർ. പാവമുണ്ട് സാർ.